ഈ 4 ടീമുകൾ ഒരുമിച്ച് എന്തായാലും റൗണ്ട് ഓഫ് 32 കടന്ന് റൗണ്ട് ഓഫ് 16 അഥവാ പ്രീ ക്വാർട്ടറിൽ എത്തില്ല. ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആരായിരിക്കും വിജയി എന്നതുൾപ്പെടെയുള്ള പ്രവചനം ഞാൻ ഒരു വട്ടം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രവചനത്തിൽ ഞാൻ ഓരോ ഗ്രൂപ്പിലെയും ഗ്രൂപ്പ് ചാമ്പ്യന്മാരെയും ഗ്രൂപ്പിൽ നിന്ന് 2ാം സ്ഥാനക്കാരായി മാറുന്നവരെയും കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏകദേശമൊക്കെ ശരിയായി വന്നിട്ടുണ്ട്. ഒരു വളരെ മൈന്യൂട്ടായ വ്യത്യാസങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ എനിക്കിപ്പോൾ തോന്നുന്ന നിലവിലെ ഫോം വെച്ചിട്ട് ആരൊക്കെയാണ് റൗണ്ട് ഓഫ് 32 കടക്കുക, ആരൊക്കെ തമ്മിലായിരിക്കും പ്രീ ക്വാർട്ടറിൽ ഏറ്റുമുട്ടുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഗ്രൂപ്പ് മത്സരങ്ങൾ കഴിയുമ്പോൾ ആരൊക്കെയാണ് ഗ്രൂപ്പിൽ 1-2 സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ളത് എന്നൊന്ന് നോക്കി നോക്കാം. 1ാം ഗ്രൂപ്പിൽ നിന്ന് മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയുമാണ്. 2ാം ഗ്രൂപ്പിൽ നിന്ന് സ്വിറ്റ്സർലാൻഡും കാനഡയുമാണ് 1-2. 3ാം സ്ഥാനത്ത് ബോസ്നിയയുമുണ്ട്. സി ഗ്രൂപ്പിൽ നിന്ന് ബ്രസീലും മൊറോക്കോയുമാണ് കടന്നിരിക്കുന്നത്. അടുത്ത ഗ്രൂപ്പിൽ നിന്ന് USA, ഓസ്ട്രേലിയ, പരാഗ്വേ എന്നീ ടീമുകൾ കടന്നിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ നിന്ന് ജർമ്മനി, ഐവറി കോസ്റ്റ്, ഇക്വഡോർ എന്നിവരും എഫ് ഗ്രൂപ്പിൽ നിന്ന് നെതർലാൻഡ്സ്, ജപ്പാൻ, സ്വീഡൻ എന്നീ ടീമുകളും ജി ഗ്രൂപ്പിൽ നിന്ന് ബെൽജിയവും ഈജിപ്തും ഗ്രൂപ്പ് എച്ചിൽ നിന്ന് സ്പെയിനും കാബോ വെർദെയും ഐ ഗ്രൂപ്പിൽ നിന്ന് ഫ്രാൻസ്, നോർവേ, സെനഗൽ എന്നീ ടീമുകളും ജെ ഗ്രൂപ്പിൽ നിന്ന് അർജന്റീന, ഓസ്ട്രിയ, അൾജീരിയ എന്നീ ടീമുകളും ഗ്രൂപ്പ് കെയിൽ നിന്ന് കൊളംബിയ, പോർച്ചുഗൽ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നീ ടീമുകളുമാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. എൽ ഗ്രൂപ്പിൽ നിന്ന് ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും ഗാനയും മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് ഓഫ് 32 മത്സരങ്ങൾ നോക്കാം. മണിക്കൂറുകൾക്കകം നടക്കാൻ പോകുന്ന ആദ്യത്തെ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയും കാനഡയും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. അതിനുശേഷമുള്ള മത്സരത്തിൽ ബ്രസീലും ജപ്പാനും തമ്മിലാണ് ഏറ്റുമുട്ടുക. അത് കഴിഞ്ഞാൽ ജർമ്മനി, പരാഗ്വേ മത്സരമാണ് വരാനിരിക്കുന്നത്. ശേഷം നെതർലാൻഡ്സും മൊറോക്കോയും തമ്മിലും ഐവറി കോസ്റ്റ്, നോർവേ തമ്മിലും ഫ്രാൻസ് സ്വീഡനുമായും മെക്സിക്കോ എക്വഡോറുമായും ഇംഗ്ലണ്ട് DR കോങ്കോയുമായും ബെൽജിയം സെനഗലുമായും USA ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയുമായും പിന്നീട് സ്പെയിൻ ഓസ്ട്രിയ മത്സരവും പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരവും സ്വീഡൻ അൾജീരിയ മത്സരവും ഓസ്ട്രേലിയ ഈജിപ്ത് മത്സരവും ശേഷം അർജന്റീന കാബോ വെർദെ മത്സരവും ലാസ്റ്റായിട്ട് കൊളംബിയ ഗാന മത്സരവുമാണ് നടക്കാൻ ഇരിക്കുന്നത്. അങ്ങനെ റൗണ്ട് ഓഫ് 16 ആദ്യത്തെ മത്സരം സൗത്ത് ആഫ്രിക്ക കാനഡ മത്സരത്തിലെ വിജയികളും നെതർലാൻഡ്സ് മൊറോക്കോ മത്സരത്തിലെ വിജയികളും തമ്മിലാണ്. ഈ മത്സരങ്ങളിൽ കാനഡയും നെതർലാൻഡും ജയിച്ച് പ്രീ ക്വാർട്ടറിൽ ഏറ്റുമുട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മൊറോക്കോ ഇപ്രാവശ്യം ഒരു അട്ടിമറിക്കുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. നെതർലാൻഡ്സ് തന്നെ മുന്നോട്ട് പോകാനും. അത് കഴിഞ്ഞിട്ടുള്ള പ്രീ ക്വാർട്ടറിൽ ജർമ്മനി പരാഗ്വേ മത്സരത്തിലെ വിജയികളും ഫ്രാൻസ് സ്വീഡൻ മത്സരത്തിലെ വിജയികളും തമ്മിലാണ്. അത് ജർമ്മനി വേഴ്സസ് ഫ്രാൻസ് എന്നുള്ളൊരു പ്രീ ക്വാർട്ടർ മത്സരത്തിലേക്കാണ് വഴിവെക്കുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കഴിഞ്ഞാൽ അടുത്ത മത്സരത്തിൽ ബ്രസീൽ വേഴ്സസ് ജപ്പാൻ മത്സരത്തിലെ വിജയികളും ഐവറി കോസ്റ്റ് വേഴ്സസ് നോർവേ മത്സരത്തിലെ വിജയികളും തമ്മിലായിരിക്കും വരിക. അത് നിലവിലെ സാഹചര്യത്തിൽ ബ്രസീൽ വേഴ്സസ് നോർവേ മത്സരത്തിനാണ് സാധ്യത. പക്ഷേ ബ്രസീൽ ഗ്രൂപ്പിലെ അവസാന മത്സരം കളിച്ച പോലെ കളിച്ചാലേ ഈ ഒരു ചാൻസ് ഉള്ളൂ. അഥവാ ബ്രസീൽ ആദ്യത്തെ 2 മത്സരങ്ങളും ഗ്രൂപ്പിൽ എങ്ങനെയാണോ കളിച്ചത് അതുപോലെയാണ് കളിക്കുന്നത് എങ്കിൽ ജപ്പാൻ ബ്രസീലിനെ അട്ടിമറിക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. എന്തായാലും നിലവിൽ ബ്രസീൽ നോർവേ മത്സരമാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മറിച്ച് സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല. പിന്നീടുള്ള മത്സരത്തിൽ മെക്സിക്കോ വേഴ്സസ് ഇക്വഡോർ, അതേപോലെ ഇംഗ്ലണ്ട് വേഴ്സസ് DR കോങ്കോ മത്സരത്തിലെ വിജയികൾ തമ്മിലായിരിക്കും ഏറ്റുമുട്ടുക. അത് നിലവിലെ സാഹചര്യത്തിൽ മെക്സിക്കോ വേഴ്സസ് ഇംഗ്ലണ്ട് പ്രീ ക്വാർട്ടർ മത്സരത്തിനാണ് ഞാൻ സാധ്യത കാണുന്നത്. അതിനുശേഷമുള്ള പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ മത്സരത്തിലെ വിജയി സ്പെയിൻ വേഴ്സസ് ഓസ്ട്രിയ മത്സരത്തിലെ വിജയിയെ നേരിടും. സ്പെയിൻ വിജയിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും വലിയ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എന്നാൽ പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ മത്സരത്തിൽ ഞാൻ പ്രത്യേകിച്ച് അട്ടിമറികളൊന്നും കാണുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ ഫോം കൊണ്ടും കഴിഞ്ഞ കുറേ കാലത്തെ പെർഫോമൻസ് വെച്ചും അത് ക്രൊയേഷ്യ ജയിക്കാനുള്ള സാധ്യത തന്നെയാണ് ഞാൻ കാണുന്നത്. പോർച്ചുഗൽ ഇന്നൊക്കെ കഷ്ടിച്ച് കഴിച്ചിലായതാണ്. അപ്പോൾ പോർച്ചുഗലിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഒരു അത്ഭുതമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അടുത്ത കളി USA വേഴ്സസ് ബോസ്നിയ മത്സരത്തിലെ വിജയികൾ ബെൽജിയം സെനഗൽ മാച്ചിലെ വിജയികളെ നേരിടും. അത് മിക്കവാറും USA വേഴ്സസ് ബെൽജിയം മത്സരമായിരിക്കാനാണ് സാധ്യത. അതിനുശേഷം അർജന്റീന കാബോ വെർദെ മത്സര വിജയി ഓസ്ട്രേലിയ ഈജിപ്ത് മത്സര വിജയിയെ നേരിടും. അത് അർജന്റീന വേഴ്സസ് ഈജിപ്ത് എന്നുള്ളൊരു മത്സരത്തിനാണ് ഞാൻ നിലവിൽ സാധ്യത കാണുന്നത്. അർജന്റീന വേഴ്സസ് ഓസ്ട്രേലിയ ആയാലും അത്ഭുതപ്പെടാൻ ഇല്ല.
അവസാനമായി സ്വിറ്റ്സർലാൻഡ് അൾജീരിയ മത്സര വിജയി കൊളംബിയ ഗാന മത്സര വിജയിയെ നേരിടേണ്ടതാണ്. അത് സ്വിറ്റ്സർലാൻഡ് കൊളംബിയ മത്സരത്തിലേക്കാണ് സാധ്യത. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ റൗണ്ട് ഓഫ് 32നെ സംബന്ധിച്ചിട്ടുള്ള പ്രവചനം. മുഴുവൻ പ്രവചനം ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ താഴത്ത് കൊടുക്കാം. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. ഓക്കെ, താങ്ക്